നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, സൗണ്ടൊക്കെ ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ, ബാർസലോണ ഇന്നലെ 2-0 ഓസസൂണനെ ഹോമിൽ തോപ്പിച്ചിരിക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, ഫ്ലിക്ക് ചെൽസി മാച്ചിന് ശേഷം വി വിൽ സി എ ഡിഫറൻറ്റ് ബാർസലോണ എന്ന് പറഞ്ഞതിന് ശേഷം തുടർച്ചയായ 5 ഹോം മാച്ചുകളായിരുന്നു. നമുക്ക് 5 ജയിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അത്ലറ്റിക്കോ പോലത്തെ ഒരു ഡിഫിക്കൽട്ട് ഫിക്സ്ചറും കയറി വന്നിരുന്നു. സോ കഴിഞ്ഞ 5 മാച്ചുകളും അൺബീറ്റഡായി തന്നെ പോകുന്നുണ്ട്. അത് പോസിറ്റീവാണ്. നമ്മൾ റെഡിയാണ് ബിഗ് ടീംസിനെതിരെ എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണാനായിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നലത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് യമാലിനാണ് പോസ്റ്റ് മാച്ച് പോയത്. റാഫിക്കയുടെ 2 അടിപൊളി ഗോൾ വന്നു, എല്ലാം വന്നു. പക്ഷേ അതിൻ്റെ മാച്ചുകളിലെല്ലാം നമ്മുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ജെറാർഡ് മാർട്ടിൻ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് അറ്റ് സെൻറ്റർ ബാക്ക് റോൾ. സോ ജെറാർഡ് മാർട്ടിൻ, കുബാർസി, ബാൾഡെ, ജൂൾസ് കുണ്ട, ഈ ബാക്ക് ഫോർ ലുക്സ് മച്ച് ബെറ്റർ. കൂടെ എറിക് ഗാർഷ്യനെ അപ്പ് ഫ്രണ്ട് ആ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോൾ ഇടുക വഴി ധാരാളം ഇൻ്റർസെപ്ഷൻസ് ആണ് ആൾ നടക്കുന്നത്. സോ നമ്മുടെ ഫാൻ ബേസിനിടയിൽ ഇപ്പോഴും ഡിയോങ്ങിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞൊക്കെ നമുക്ക് കാണാം. പക്ഷേ എറിക് ഗാർഷ്യ റൈറ്റ് നോ, ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ എല്ലാം പറഞ്ഞ പോലെ ക്യാനോട്ട് ബി ബെഞ്ച്ഡ് ബ്രോ. അമ്മാതിരി പെർഫോമൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഫ്രാങ്കി ഡിയോങ്ങിനെ മേ ബി മിഡ്ഫീൽഡ് 3 ഫ്രാങ്കി, എറിക്, പെഡ്രി വരുന്ന സിനാരിയോ നമ്മൾ കാണും, അതല്ല പറയുന്നത്. പക്ഷേ എറിക് ഗാർഷ്യ റൈറ്റ് നൗ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ മേലെ ഒരു സ്റ്റാർട്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻലി ബിക്കോസ് ഓഫ് ഹിസ് അബിലിറ്റി ടു വിൻ ബാക്ക് ദ ബോൾസ് ആൻഡ് പുള്ളിയുടെ വർക്ക് ലോഡ് അന്യായ ബാലൻസ് ആണ് കൊടുക്കുന്നത്. കൂടാതെ ജെറാർഡ് മാർട്ടിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ ബ്രോ. ഇന്നലെ ആൾ 5ഓളം റിക്കവറീസ് നടത്തി. ആൻഡ് അതിനേക്കാൾ ഉപരി ഇന്നലെ ജെറാർഡ് മാർട്ടിൻ 13 പാസുകളാണ് ഇൻറ്റു ദ ഫൈനലത്തെ നൽകിയത്. കൂടാതെ ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്യുറസിയുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. സോ സൂപ്പർ പെർഫോമൻസ് ഫ്രം ജെറാർഡ് മാർട്ടിൻ. ഇന്നലെ നമ്മുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. റാഷ്ഫോർഡിനെ ഇറക്കി ആൻഡ് റഫീനെ നമ്പർ 10 റോളിലാണ് കളിപ്പിച്ചത്. സോ റഫീന നമ്പർ 10 റോൾ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ചോദിച്ചാൽ നമുക്കറിയാം. റഫീനയുടെ ഏറ്റവും ബെസ്റ്റ് റോൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ കണ്ട പോലെ പെഡ്രീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലും റാഷ്ഫോർഡിനെ നമ്മൾ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ലെഫ്റ്റിലും ഉപയോഗിക്കുന്ന സിനാരിയോസ് നമ്മൾ കൂടുതൽ കണ്ടു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ വി ആർ നോട്ട് അറ്റ് അവർ ബെസ്റ്റ് ഒഫൻസീവിൽ. ഡിഫെൻസീവിൽ വി ആർ ഗുഡ്. ഇന്നലത്തെ മാച്ചിലെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർ ഒറ്റ ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തില്ല. എന്നാലും അവരിറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 5-4-1 ആണ് ഷേപ്പ് ആയിരുന്നു. ബേസിക്കലി അറ്റാക്കർ ഇല്ലായിരുന്നു. ബേസിക്കലി ഒരു ബാക്ക് 6 അവർ ഫോം ചെയ്യുമായിരുന്നു. പക്ക ലോ ബ്ലോക്ക് തന്നെ സെറ്റ് ചെയ്യുമായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മളത് ബ്രേക്ക് ചെയ്തു. 2 ട്രാൻസിഷൻ മൊമെൻറ്റ്സ് ഇടാൻ റഫിൻ്റെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക്കും ആയിരുന്നു അത്. പക്ഷെ അതിനേക്കാൾ ഉപരി ദേ വർ റിയലി ഓർഗനൈസ്ഡ്. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ കണ്ടു ഒരു ഗോൾ നമ്മൾ അടിച്ചു ഫെറാൻ ടോറസിലൂടെ. പക്ഷെ അവിടെ യമാൽ ആ ഒരു കോർണർ കിക്ക് റിസീവ് ചെയ്യുന്ന ടൈമിൽ മാർജിനലി ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ അതൊരു കിടിലൻ ഗോളായിരുന്നു. എസ്പെഷ്യലി റാഷ്ഫോർഡിൻ്റെ ആ പാസ് ടു ഫെറാൻ മാൻ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് യമാൽ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ഫെറാൻ മിസ് ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഒരു ഓവർ ഹെഡ് കിക്ക് ഉണ്ടായിരുന്നു, ബൈസൈക്കിൾ അറ്റംപ്റ്റ് നമ്മുടെ ഫെറാൻ ടോറസിൻ്റെ ഭാഗം, അതൊന്ന് പാളിപ്പോയി. ഇതൊക്കെയാണ് 2-3 സിനാരിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ. അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ ബേസിക്കലി നമ്മുടെ അറ്റാക്ക് കുറച്ച് മൂർച്ച കുറയുന്ന പോലെ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ബാക്കി നമ്മുടെ ടീമിൽ ഓൾമോസ്റ്റ് എവരിബഡി പ്ലേഡ് വെൽ. ഇന്നലത്തെ മാച്ചിൽ ആരെയും കുറ്റം അങ്ങനെ എടുത്ത് പറയാനായിട്ടില്ല. യമാൽ ഇന്നലെയും വീണ്ടും ആ പിച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയർ. ഈ വാസ് റിയലി ഗുഡ്. ഇപ്പോൾ യമാലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്തെ എംബാപ്പെ റയൽ മാഡ്രിഡ് കൊടുക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഗോൾസിലൊക്കെ എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ടു മച്ച് എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന പോലെ. പക്ഷേ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഹീ ഈസ് ഡൂയിങ് വെൽ ബ്രോ. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2-3 ഫ്രസ്ട്രേറ്റിംഗ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ടീമേറ്റ്സ് നല്ല പൊസിഷൻ നിൽക്കുമ്പോൾ പുള്ളി ആ ഗ്ലോറി ഗോളിന് വേണ്ടി നോക്കിയത് ഒഴിച്ച് നിർത്തിയാൽ ഹി വാസ് ഗുഡ്. പിന്നെ നമ്മുടെ ടീമിലെ സ്റ്റാർ മാൻ എന്ന് പറഞ്ഞൊരു ഇമേജിലോട്ട് വരുവാണല്ലോ. സോ നമ്മൾ ടു മച്ച് എക്സ്പെക്ടേഷൻസ് നമ്മൾ എല്ലാ മാച്ചിലും ഇപ്പം മെസ്സി കൊടുത്ത പോലെ 2 ഗോളും 2 അസിസ്റ്റും ഒക്കെ എല്ലാ മാച്ചും കിട്ടണമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമില്ല. ബട്ട് ഹീസ് ക്രിയേറ്റിംഗ് ചാൻസ്. ലാസ്റ്റ് മന്തിൽ ലലീഗ പ്ലെയർ ഓഫ് ദ മന്ത് പുള്ളിയാണ് വിത്ത് 5 ഗോൾ കോൺട്രിബ്യൂഷൻ. സോ മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻസിലോട്ട് പോകാതിരിക്കുക. റഫീന മാൻ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്പം സ്ട്രഗിൾ ചെയ്യുന്ന സിനാരിയോസ് ഉണ്ടായിരുന്നു മാച്ചിൽ. റഫീനയുടെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലായിരുന്നു മാച്ചിൽ. പക്ഷേ നമുക്ക് കാണാം ആ മൊമെൻറ്റ് ഓഫ് മാജിക് സെക്കൻഡ് ഹാഫിൽ പെഡ്രിയുടെ ആ ഒരു പാസ് ആളുടെ ഔട്ട് സൈഡ് ദ ബോക്സ് ഔട്ട് ഒരു കിടിലം ഫിനിഷ് തന്നെയായിരുന്നു. ആൻഡ് സെക്കൻഡ് ഗോൾ ആളുടെ ഒരു ബേസിക്കലി ഒരു സിമ്പിൾ ടാപ്പിൻ ഫിനിഷ് തന്നെയായിരുന്നു. ആ ബാക്ക് പോസ്റ്റിൽ ആൾ ഫ്രീ ആയിട്ട് നിന്ന്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2 നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മൾ നോക്കിയെന്നാണ് സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡിന് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു, അത് അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. സോ ഐ തിങ്ക് അപ്കമിങ് മാച്ചുകളിൽ മേ ബി റഫീന നമ്പർ 10 റോളിലോട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ യമാലിനെ നമ്പർ 10 ഇട്ടിട്ട് മേ ബി റഫീന ടു ദ റൈറ്റ് മൈറ്റ് ബി എ പോസിബിലിറ്റി. സോ അല്ലാതെ എന്നോട് ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. റഫീന നമ്പർ 10ലും ബെറ്റർ ആളെ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ വി മൈറ്റ് സി ഫെർമിനോ ഓൾമോ ഫിറ്റായി വരും. മേ ബി ഇന്നലെ നമ്മൾ എല്ലാവരും ഫാൻസ് ഇങ്ങനെ കളിയാക്കി പറയുന്നല്ലോ, ഫെറാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെവേനെ മിസ് ചെയ്യും, ലെവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫെറാനെ മിസ് ചെയ്യും. അതുപോലെയാണ് ഫെർമിൻ ലോപ്പസ്
പിച്ചിൽ ഇഞ്ചറി മാറി വരുമ്പോഴേക്കും നമ്മൾ ഓൾമോ ഇഞ്ചേർഡായി പോകുമ്പോൾ ഓൾമോനെ മിസ് ചെയ്യും. ഓൾമോ ഫിറ്റായി വരുമ്പോൾ ഫെർമിൻ ഇഞ്ചേർഡായി പോകുമ്പോൾ നമ്മൾ ഫെർമിനെ മിസ് ചെയ്യും എന്ന് പറയുന്ന പോലെയാണ്. സോ ഇന്നലെ മേ ബി ആ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓൾമോ മൈറ്റ് ഹാവ് ബീൻ റിയലി യൂസ്ഫുൾ. സോ ഇന്നലെ ഡിഫെൻസീവ്ലി കുബാർസി നമ്മളെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ മാച്ചുകളിൽ നമ്മൾ ഒഫൻസീവ്ലി ഇന്നലെ കുറച്ച് ഓഫ് ആയത് അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സ്ട്രെങ്ത് ഒഫൻസീവ്ലി വി വെയർ ഗുഡ് ഈ സീസൺ സ്റ്റാർട്ടിലാണെങ്കിലും. ഡിഫെൻസീവ്ലി നമ്മൾ ചാൻസുകൾ കൺസീഡ് ചെയ്യുന്നതായിരുന്നു ഇഷ്യൂ. ഇന്നലെ രണ്ടും ജോൺ ഗാർഷ്യയുടെ ഒരു 1.5 സേവ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് അതൊരു ബിഗ് ചാൻസ് ആയി വന്നില്ല. സോ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാളെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാം പറഞ്ഞല്ലോ, നാളെ നമ്മളൊരു ആർസണലോ വീണ്ടും ചെൽസിക്ക് അഗേൻസ്റ്റോ സിറ്റിക്ക് അഗേൻസ്റ്റോ ഹൂനോസ് ഇനി ലിവർപൂളിന് അഗേൻസ്റ്റോ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് കണ്ടാണ് ഈ ക്ലബ് ബ്രൂഹ്, സെവിയ, ലെവാൻ്റെ ഇങ്ങനത്തെ മാച്ചുകളൊക്കെ നമുക്ക് അഗേൻസ്റ്റ് കംഫർട്ടബിളി 2-3 ഗോളുകൾ അടിക്കുകയാണ്. അതിൽ കൂടുതൽ അടിക്കേണ്ടതാണ്, അവർ മിസ് ചെയ്യുവാണ്. നമ്മളെക്കാളും നമ്മൾ ഓഫ് ക്വാളിറ്റി ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒരു 5 മാച്ചിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ മേ ബി ഒരു 3 or 4 ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാച്ചിൻ്റെ ഫുൾ 90 മിനിറ്റ്സ്. നമ്മൾ ഇത്ര അഗ്രസീവ് ഹൈലൈൻ കളിക്കുമ്പം അവരെ എക്സ്പോസ്ഡ് ആക്കും. പക്ഷേ ലാസ്റ്റ് ഇതിന് മുമ്പൊക്കെ നമ്മൾ ഓരോ ട്രാൻസിഷനിലും, അതായത് നമ്മളൊരു ഒഫൻസീവ് ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിഫെൻസീവ്ലി നമുക്കൊരു ട്രാൻസിഷൻ മൊമെൻറ്റ്സിലോട്ട് അഥവാ നമ്മുടെ ഫൈനൽ തേർഡിലോട്ട് ഒപ്പോണൻറ്റ് വരുവാണ്. ഫൈനൽ തേർഡ് വെച്ചാണ് നമ്മൾ ബോളുകൾ വല്ലതും ബ്ലോക്ക് ചെയ്യുക അല്ലെ രക്ഷപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനത്തെ സിനാരിയോസ് കുറഞ്ഞു. ഒരു മാച്ചിൽ 2, 3, 4 സിനാരിയോസ് അങ്ങനെ മാക്സിമം വരുന്നുള്ളൂ. ആൻഡ് ഇന്നലത്തെ മാച്ചിലാണല്ലോ ഒസസൂണയ്ക്ക് അഗേൻസ്റ്റ് നമ്മൾ 1-2 ഹാഫ് ചാൻസുകൾ ഫസ്റ്റ് ഹാഫ് കൺസീഡ് ചെയ്ത് വെച്ചാൽ സെക്കൻഡ് ഹാഫ് വി വർ ഡിഫെൻസീവ്ലി സോ ഗുഡ് എസ് വെൽ. സോ ഒസസൂണ ഇന്നലെ കാര്യമായിട്ട് ഒഫൻസീവ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവർ പക്ക ലോ ബ്ലോക്ക് പക്ക നമ്പേഴ്സ് ഡിഫെൻസീവിൽ കമ്മിറ്റ് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുമ്പോഴേക്കും ലാസ്റ്റ് കുറേ മാച്ച്, ഈവൻ ലാസ്റ്റ് ഫ്രാങ്ക്ഫർട്ട് മാച്ചിലൊക്കെ ആണെങ്കിലും സിനാരിയോസ് കുറച്ചിട്ടുണ്ട്. അതിന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിന് ജെറാർഡ് മാർട്ടിനും കുബാർസിയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഗുഡ്. കുണ്ട ഇന്നലെ ഒഫൻസീവ്ലി യു ആർ സോ ഗുഡ്. കുണ്ടയും യമാനും തമ്മിലുള്ള കോമ്പിനേഷൻ കൊള്ളാം. കുണ്ട ചെറുതായിട്ട് ഫോം വരുന്ന സിനാരിയോസ് ഉണ്ട്. ഡിഫെൻസീവ്ലി 2-3 വൾണറബിൾ സിറ്റുവേഷൻ ചോദിച്ചു ചേർത്താൽ കുണ്ട വാസ് ഗുഡ്. ബാൾഡെ ഫിറ്റ് ഒരു അനദർ സിനാരിയോ ബാൾഡെ ഫിറ്റായി നിൽക്കുന്നതാണ്. ബാൾഡയുടെ റിക്കവറി പേസ് വാസ് സോ ഗുഡ്. ഇന്നലെ ആണെങ്കിലും ഒരു കോർണർ കിക്ക് സിനാരിയോ ഉണ്ടായിരുന്നു. ബാൾഡയുടെ റിക്കവറി പേസ് എന്തുമാത്രം ഹെൽപ്ഫുൾ ആണെന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു സിനാരിയോ. സോ അതും പെഡ്രി ചീപ്ലി കൊടുത്ത ഒരു ബോൾ, അതാണ് സെക്കൻഡ് ഹാഫിൽ അവർക്ക് കിട്ടിയ ഒരു ചാൻസ്. സോ അതാണ് പറഞ്ഞാൽ ബാൾഡെയൊക്കെ ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗെയിം ചേഞ്ചറാണ്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാര്യം. ഇന്നലെ നമ്മൾ ലെവൻഡോസ്കി യൂസ് ചെയ്തില്ല, ആവശ്യമില്ലായിരുന്നു. കാരണം ആ ഒരു 1-0 ലീഡ് എടുത്തതിന് ശേഷം വി വാണ്ട് ടു പ്രൊട്ടക്റ്റ്. നമ്മൾ കുറച്ചുകൂടെ ഒരു ലാസ്റ്റ് ഫ്യൂ മാച്ചസിൽ അനദർ പോസിറ്റീവ് സിനാരിയോ മേ ബി നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ്സ് ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്പേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. ഇവൻ ആ സെക്കൻഡ് ഗോൾ ഒരു പ്രോപ്പർ ട്രാൻസിഷൻ ത്രൂ അവർക്ക് അത്യാവശ്യം നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യേണ്ട വന്ന ലീഡ് എടുത്തതിന് ശേഷം നമ്മൾ നമ്പേഴ്സ് ഇട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്ന ട്രാൻസിഷൻ ടു ക്രിയേറ്റ് ചെയ്തൊരു ചാൻസുമാണ്. സോ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒഫൻസീവ്ലി വി ആർ നോട്ട് അറ്റ് അവർ ബെസ്റ്റ്. ബട്ട് പോസിറ്റീവ്സ് ആണ് എനിക്ക് കൂടുതൽ നെഗറ്റീവ്സിനേക്കാളും ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് മാച്ചസ് റെഡിയാണെന്നല്ല പറയുന്നത്, ബട്ട് സീസൺ സ്റ്റാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ മച്ച് ബെറ്റർ. സോ ഹാപ്പി ഫോർ മീ പേഴ്സണലി. എയ്തർ ജെറാർഡ് മാർട്ടിൻ ഓർ എറിക് ഗാർഷ്യ ആയിരുന്നു എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ഈ ഒരു മാച്ചിൽ. പെഡ്രിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എറിക് ഗാർഷ്യ മാൻ ഒന്നും പറയാനില്ല കേട്ടോ. ധാരാളം ഇൻ്റർസെപ്ഷൻസ്, ധാരാളം പോസിറ്റീവ്സ് ആണ് എറിക് ഗാർഷ്യ DMF കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു ബാലൻസ് കിട്ടുന്നുണ്ട് ആ മിഡ്ഫീൽഡ്. ആൻഡ് മെയിൻലി നമ്മുടെ ഡിഫൻഡേഴ്സ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആണ് എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും. അവിടെ നമ്മൾ മറ്റൊരു മാച്ച് പോകാനായിട്ടാണ് ഇന്നലെ അത്ലറ്റിക്കോ 2-1 വലൻസിയനെ തോപ്പിച്ചിരുന്നു. കൊക്കയുടെ ഒരു ഗോളിലൂടെ ലീഡ് എടുത്താണ്. പിന്നെ ബെൽട്രാൻ്റെ ഒരു വേൾഡ് ക്ലാസ് ഗോളിലൂടെ 1-1 ആക്കി. പിന്നീടാണ് നമ്മുടെ ഗ്രീസ്മാൻ ഇപ്പോൾ ഒരു സൂപ്പർ സബ് റോളിൽ നിറഞ്ഞാടുകയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഗ്രീസിയുടെ ഒരു സൂപ്പർ ടച്ചായിരുന്നു. അതിൻ്റെ ഒരു കിഡിലം ഫിനിഷ് 2-1 ആക്കി. അത്ലറ്റിക്കോയ്ക്ക് ഒരു ക്രൂഷ്യൽ വിൻ കിട്ടിയ ഒരു വേൾഡ് ക്ലാസ് ഫിനിഷ് തന്നെയായിരുന്നു അത് ഗ്രീസ്മാൻ്റെ. അവിടെ നമ്മൾ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, ലീഗിൽ ബാർസലോണയ്ക്ക് ഇപ്പോൾ 7 പോയിന്റ് ലീഡുണ്ട് ഓവർ റയൽ മാഡ്രിഡ് ഇന്ന് അലവസിനെ കേസ് കളിക്കുന്നുണ്ട്. ഐ തിങ്ക് ഈസിയാണ്. ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം 8 പോയിന്റ് ലീഡുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് VRL മേൽ. ബട്ട് VRLന് 2 ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. സോ അത് രണ്ടും അവർ ജയിക്കുവാണെങ്കിൽ ബാർസലോണ മേൽ 2 പോയിന്റ് ഗ്യാപ്പ് ആവത്തേ ഉള്ളൂ അവർക്ക്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് എന്താവുമെന്ന്. അത്ലറ്റിക്കോയും ടോപ്പ് 4 ഉണ്ട്. ഐ തിങ്ക് ടോപ്പ് 4 പ്രട്ടി മച്ച് ഇവർ 4 പേരായിരിക്കും. ഫൈനൽ പൊസിഷൻ എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷനേ ഉള്ളൂ. ഐ തിങ്ക് ബാർസ റയലിനിടയിൽ തന്നെ ആയിരിക്കും കോമ്പറ്റീഷൻ എന്നൊരു ഫീൽ ഇപ്പോൾ ഉള്ളത്. സോ അവിടുന്ന് നമ്മൾ പ്രീമിയർ ലീഗിലോട്ടൊന്ന് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ സല ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് ഹ്യൂഗോ എക്കിറ്റിക്കേറെ ഡബിൾ വന്ന ഒരു മാച്ചിൽ ലിവർപൂൾ ബ്രൈറ്റണെ ആൻഫീൽഡിൽ 2-0 തോപ്പിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്കിപ്പം കാണാം ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്ത ലൈനപ്പ്. സല വാസ് ബെഞ്ച്. സല വീണ്ടും ബെഞ്ചിലായിരുന്നു. പക്ഷേ ഗോമസിന് 26-ാം മിനിറ്റിൽ ഒരു ഇഞ്ചറി പറ്റുകയും സലേനെ പിച്ചിലോട്ട് ഇറങ്ങി സപ്പോസ് ലൈക്ക് ആ റൈറ്റ് ബാക്ക് റോളിലോട്ട് പോകേണ്ട ഒരു സിനാരിയോ വന്നു. വേറെ ഒരു ഡിഫൻസീവ് ഓപ്ഷൻ ബെഞ്ചിലില്ലായിരുന്നു. ബ്രാഡ്ലി സസ്പെൻഡഡ് ആയിരുന്നു. ഫ്രിംപോങ്ങിന് ഇഞ്ചറിയാണ്. സെൻട്രൽ ബാക്കായിട്ട് വേറെ ഒരു ഓപ്ഷൻ അല്ലെ എൻഡോനെ പിടിച്ചിറക്കേണ്ട ഒരു സിനാരിയോ ആയിരുന്നു. സോ ആകെപ്പാടെ മൊത്തം ഇഷ്യൂസ് ആയിരുന്നു. സോ അതുകൊണ്ട് സലേനെ പിച്ചിലിറക്കി. ആൻഡ് സല ലുക്ക് ഗുഡ് ബ്രോ. ഞാനൊരു കാര്യം വേണം, സല ഇന്നലെ അറ്റ്ലീസ്റ്റ് ബെസ്റ്റ് വേർഷൻ ഒന്നുമല്ല. സലയുടെ ബെസ്റ്റ് വേർഷൻ്റെ 50% പോലും അല്ല ഇത് നമുക്കറിയാം. പക്ഷേ
സല ഇന്നലെ ടീംമേറ്റ്സിനോടൊപ്പം ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ലൈവ്ലി ആവുന്നു, കുറച്ചുകൂടെയും ആൾ പ്രസ് ചെയ്യുന്നു. ലുക്ക് ആ ഒരു ഇഷ്യൂ ഉള്ള പോലെ തോന്നിയില്ല. ടീംമേറ്റ്സിനോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ ഗോൾ എക്കിറ്റിക്കയുടെ ആ ഒരു ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു മിനിറ്റായുടെ ഒരു പുവർ പീസ് ഓഫ് വർക്കായിരുന്നു അത്. അടിച്ച ഔട്ടുകളെ അല്ലെ ബെറ്ററായിട്ട് ക്ലിയർ ചെയ്യുന്നത് ആൾ സെൻട്രലിലോട്ട് അത് ക്ലിയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ക്രോസുകളൊക്കെ ടീമേറ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഡേഞ്ചറസ് സോണിലോട്ട് പുള്ളി ബോൾ ക്ലിയർ ചെയ്യുന്നു. നേരെ അത് ഗോമസിൻ്റെ തലയിലോട്ട് ഇട്ടുന്നു. ഗോമസ് അത് എക്കിറ്റിക്കയ്ക്ക് ഇട്ട് കൊടുക്കുന്ന എക്കിറ്റിക്കയുടെ ഒരു സൂപ്പർ ഫിനിഷ് തന്നെ 1-0 ലീഡ് എടുത്തു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സലയൊക്കെ പിച്ചിലോട്ട് വന്നു. നല്ലൊരു മാച്ചാണ്. നിങ്ങൾക്ക് ഈ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ 1.89 ആണ് ലിവർപൂളിൻ്റെ XG. അപ്പുറത്ത് ബ്രൈറ്റൻ്റെ 1.90. കൂടാതെ ലിവർപൂൾ 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തപ്പം ഒരെണ്ണം മിസ് ചെയ്തു, 2 കൺവേർട്ട് ചെയ്തു. അപ്പുറത്ത് അവർ 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ 3 മിസ് ചെയ്തു. സോ ബേസിക്കലി ഈവൻ മാച്ചാണ്. സോ അതുതന്നെ തന്നെ ന്യൂട്രൽസിന് ഇതൊരു സൂപ്പർ മാച്ച് ടു വാച്ചാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് മാച്ചായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് ലിവർപൂൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇപ്പുറത്ത് ബ്രൈറ്റണും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്രൈറ്റൺ ഒഫൻസീവ്ലി ആർ എ റിയലി ഗുഡ് സൈഡ്. ഇന്നലെ ഗോമസ് വാസ് ഹാവിങ് എ ബാഡ് ഗെയിം. ഗോമസിന് ഒരു നല്ല ഗെയിം ആയിരുന്നെങ്കിൽ ഹൂനോസ് റിസൾട്ടേ മാറിയാണ്. പക്ഷേ ലിവർപൂൾ നല്ലപോലെ കളിച്ചു. ലിവർപൂളിനെ നമുക്ക് ഈ മാച്ചിൽ കുറ്റം പറയാനില്ല. കാരണം ഫ്ലോറിയൻ വിച്ച് ഒക്കെ ആണെങ്കിൽ ഇന്നലെ നോക്കുവാണെങ്കിൽ 16ഓളം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഇന്നലെ ഉണ്ടായിരുന്നു ഫ്ലോറിയൻ വിച്ചിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് 11-ൽ 8 ഗ്രൗണ്ട് ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു. ഏരിയയിൽ ഒരു ഡ്യുവലാണ്, അത് 1 ആൾ വിൻ ചെയ്തു. ബട്ട് പോസിറ്റീവായിട്ടുള്ള ഞാൻ പറഞ്ഞു ഫ്ലോറിയൻ വിച്ചിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഓക്കെ ആൾ ഗോൾസ് ആൻഡ് അസിസ്റ്റ് കൊടുക്കുന്നില്ല എന്നൊന്നും. പക്ഷേ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഹീസ് ഇംപ്രൂവിങ് ആൻഡ് പ്രീമിയർ ലീഗിൽ ഒരു മിഡ്ഫീൽഡറിന് വേണ്ട വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രൈറ്റ്സ് ആണ് ഡ്യുവൽ വിന്നിങ് അബിലിറ്റി. നമുക്കറിയാം ഒരു ട്രഡീഷണൽ നമ്പർ 10 പരിപാടി ഇപ്പോൾ ഇല്ല. നിങ്ങൾ ഇപ്പം ഒഡിഗാർഡൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒഡിഗാർഡൊക്കെ ഒരു ട്രഡീഷണൽ നമ്പർ 10 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒഡിഗാർഡൊക്കെ ഡ്യുവൽസിന് വേണ്ടിയും ഫിസിക്കൽ ബാറ്റിൽസിലോട്ടും എല്ലാ മിഡ്ഫീൽഡുകളും ലുക്ക് അറ്റ് നമ്പർ 10 റോള് കളിക്കുമ്പോൾ എല്ലാ ടീമിലോട്ടും വരുമ്പോഴേക്കും നമുക്കറിയാം ആ ഒരു എൻസോ ഫെർണാണ്ടസ് ചെൽസിയിലാണ്. സോ ഇപ്പം നമ്മൾ ആ ട്രഡീഷണൽ സിൽക്കി സ്മൂത്ത് ആ നമ്പർ 10 അല്ല പ്രീമിയർ ലീഗ് കൂടുതൽ കാണുന്നത്. വി ആർ സീയിങ് അഗ്രസീവ് ബോൾ വിന്നിങ് അബിലിറ്റീസ് ഉള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നോക്കാനാണ് പ്രീമിയർ ലീഗിൽ കാണുന്നത്. സോ വിറ്റ്സിൻ്റെ ഒരു മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. 16ഓളം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് 11-ൽ 8 ഗ്രൗണ്ട് ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് ഗ്രാംബർഗ് വാസ് ഗുഡ് എസ്റ്റർ സബോസ്ലൈ കർട്ടിസ് ജോൺസ് റിയലി വെൽ. ഇന്നലെയും ഡിസപ്പോയിൻറ്റ് ചെയ്ത ഒരേ ഒരു പ്ലെയർ എനിക്കോട് ചോദിക്കുകയാണെങ്കിൽ പിച്ചിൽ മേ ബി മക്കലിസ്റ്റർ ആയിരിക്കും. മോശമായിരുന്നല്ല, ബട്ട് മക്കലിസ്റ്റർ ക്യാൻ ഡു ബെറ്റർ. ചില സിറ്റുവേഷൻസിൽ മക്കലിസ്റ്റർ റിലീസ് ചെയ്ത പാസ്സൊക്കെ സോ ബാഡ്. അത് മക്കലിസ്റ്ററുള്ള എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആണ്. അത് വെച്ച് നോക്കുമ്പോഴേക്കും പുള്ളിയുടെ റീസെൻറ്റ് പെർഫോമൻസുകൾ കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ബെറ്ററാണ്. ഈ സീസണിലെ സ്റ്റിങ്കർ പെർഫോമൻസിൽ ഇതിനും സ്റ്റിങ്കറായിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, വളരെ സ്റ്റിങ്കറായിട്ടുള്ള മോശം പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഒരു സ്റ്റിങ്കർ പെർഫോമൻസ് എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് കൊണാട്ടെ ലുക്ക് ഗുഡ്. ലാസ്റ്റ് മാച്ചിലും കൊള്ളായിരുന്നു, ചാമ്പ്യൻസ് ലീഗ് ഈ മാച്ചിലും ഹീ ലുക്ക് ഗുഡ്. വൺ ഡേക്ക് ആസ് യൂഷ്വൽ. കെർക്കസിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലിവർപൂൾ ഷട്ട് വിത്തൗട്ട് എ ഡൗട്ട് ബോട്ട് ഡിഫൻസീവ്ലി ആൻഡ് ഗോയിങ് ഫോർവേഡ്. പക്ഷെ അപ്പുറത്ത് അവരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് കാണാൻ അലിസൻ്റെ ഒരു 1.5 സേവ് ഉണ്ടായിരുന്നു ഗോമസിൻ്റെ മേൽ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും ഗോമസിന് ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു, ഒരു സിറ്റർ മിസ് ഉണ്ടായിരുന്നു ഗോമസിൻ്റെ. സോ ആ 2 ചാൻസുകളൊക്കെ കൺവേർട്ട് ചെയ്യാൻ കളി മാറിയാൽ പിന്നീടാണ് സലയുടെ ആ ഒരു കോർണർ കിക്ക്, അതൊരു പ്രോപ്പർ ട്രാൻസിഷനിലൂടെ ക്രിയേറ്റ് ചെയ്തൊരു കോർണറാണ്. അതിലും എക്കിറ്റിക്ക് പേസ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇമാതിരി പേസ് ഉണ്ടെന്ന് പ്രീമിയർ ലീഗ് വന്നിട്ട് ശ്രദ്ധിക്കുക. കാരണം PSG കളിക്കുമ്പോൾ ഇത്ര എക്സ്പ്ലോസീവ് അല്ലായിരുന്നു ആൾ. ആൻഡ് ഇപ്പോൾ ഹീ ഈസ് സോ എക്സ്പ്ലോസീവ് ബ്രോ. ആൻഡ് പുള്ളി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വിച്ച് സെൻറ്ററിലോട്ട് കയറുന്ന കയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഈസ് സച്ച് എ ഗുഡ് ഡ്രിബ്ലർ കേട്ടോ. 1-on-1 സിറ്റുവേഷനിൽ ഹീ സോ ഗുഡ്. ആൻഡ് പുള്ളിയുടെ പേസ് നമുക്ക് തോന്നത്തില്ല പുള്ളിക്ക് അന്യ സ്പീഡ് ഉണ്ടെന്ന്, പുള്ളി ഓടുന്നതാണ്. ബട്ട് ഹീ സോ ക്വിക്ക് ബ്രോ. ആൻഡ് മേ ബി ഫൈനൽ തേർഡിലുള്ള ഒരു പാസിങ്ങോടെ പുള്ളി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. ആൻഡ് കിയേസ പിച്ചിലോട്ട് വന്നു. ആൻഡ് കിയേസയുടെ ഒരു നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. കുറച്ച് മൊമെൻറ്റ്സ് സലയ്ക്കൊരു നല്ല ചാൻസ് ആൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ്, ബട്ട് സല മിസ്ഡ് ഇറ്റ്. പിന്നെ സലയ്ക്ക് ലാസ്റ്റ് ഒരു ട്രാൻസിഷനിൽ ഒരു പാസ് റിലീസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് ആൾ ഒരു 1 vs 3 ആയിരുന്നു. അവിടുന്ന് ആൾ ഒരു മിസ് പാസ് നടത്തി, വെയിറ്റേജ് കൂടിപ്പോയത്, അത് രണ്ടുമാണ് ഒഴിച്ചു നിർത്തിയ. സല വാസ് ഗുഡ് ഓവറോൾ ഈ സീസണിലെ ബെറ്റർ പെർഫോമൻസുകൾ വെച്ച് നോക്കുമ്പോൾ. ബട്ട് നമ്മൾ നേരത്തെ സല ആയിരുന്നെങ്കിൽ സല ഇന്നലെ പ്രോബ്ലി 2 ഗോളും 2 അസിസ്റ്റുമായിട്ടും പോയായിരുന്നു. സോ ഓവറോൾ പോസിറ്റീവ് ഫോർ ലിവർപൂൾ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണ് ചെൽസി 2-0 എവർട്ടനെ തോപ്പിച്ചു. ഈ മാച്ചിന് ശേഷം എൻസോ മറസ്ക വന്നിട്ട് പറഞ്ഞതാണ് ഇപ്പം എക്സിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്നത്. സോ ലാസ്റ്റ് 48 hours എനിക്ക് സപ്പോർട്ട് ഇല്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷേ പുള്ളിയോട് ചോദിച്ചപ്പോൾ ഫാൻസും ടീമിലെ പ്ലേയേഴ്സും ഒക്കെ തന്നോടൊപ്പം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. മേ ബി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ എല്ലാം പ്രഷർ വന്നോ ഐ ഡോണ്ട് നോ. കാരണം ബാർസനെ തോപ്പിച്ചതിന് ശേഷം ചെൽസി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. സോ
ബോൺമുത്തിനോട് അവർ സമനിലയായി, ലീഡ്സിനോട് തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ അവർ ഓവറോൾ അറ്റ്ലാന്റയോട് പോയി ചാമ്പ്യൻസ് ലീഗ് തോറ്റു. സോ ഒരു ഡൗൺഫോളിലോട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മൊമെൻറ്റ്സ് ആയിട്ട്, പക്ഷേ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട്. പക്ഷേ ഇന്നലെ പോസിറ്റീവായിട്ട് തിരിച്ചു വന്നു. സോ ലെറ്റ്സ് സീ. ഐ തിങ്ക് മാനേജറിൻ്റെ ഭാഗത്തു നിന്നാണോ അതോ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടോ ആയതുകൊണ്ടോ മാനേജറിൻ്റെ ഭാഗത്തു നിന്നാവാനാണ് സാധ്യത. ഐ ഹോപ്പ് പുള്ളിനെ ബാക്ക് ചെയ്യും എന്നുള്ള കാര്യം. കാരണം ഡിസേർവ്സ് അറ്റ്ലീസ്റ്റ് ഫ്യൂ മോർ മിനിറ്റ്സ് അല്ലേ. ആൾ കളിക്കുന്നുണ്ട് ഈ സീസൺ, ആൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. യു ഗോയ്സ് ആർ സ്റ്റിൽ ഇൻ ദ ടോപ്പ് 4 റേസ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ കോൾ പാൾമറിലൂടെയാണ് ലീഡ് എടുത്തത്. ഗുസ്തോ റിലീസ് ചെയ്യുന്ന പാസ്, പാൾമറിന് ഒരു കിടിലം ഫിനിഷ്. പിന്നീട് ഗുസ്തോയുടെ ഒരു ഗോളും കൂടെ വന്നു. സെക്കൻഡ് ഗോളാണ് ഫസ്റ്റ് ഹാഫ് തന്നെ വന്നു. അത് പെഡ്രോ നെറ്റോടെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് തന്നെയായിരുന്നു. കിടിലം മൂവ് തന്നെയായിരുന്നു. നെറ്റോടെ ക്രോസ് ബോക്സിലോട്ട് ഇരുന്ന് ഗുസ്തോ ഫിനിഷ് ചെയ്തു. സോ ഇതിനിടയ്ക്ക് ഇന്നലെ ഗർണാച്ചോയ്ക്കാണ് പ്രോബ്ലി മാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസുകൾ ആൾ കിട്ടിയ. ഒരു ഓപ്പൺ പോസ്റ്റ് ആൾ മിസ് ചെയ്തിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലും ആൾ നല്ലപോലെ കളിച്ചു കേട്ടോ. വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. ഹീസ് ഡൂയിങ് വെൽ, ഹീസ് ടേക്കിംഗ് ഓൺ പ്ലേയേഴ്സ്. ബട്ട് ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഡിസിഷൻ മേക്കിംഗ് അല്ല, ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്, അതാണ് വേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് യു ആൻ എലൈറ്റ് പ്ലെയർ അല്ലേ. സോ ഗർണാച്ചോയ്ക്ക് ഒരു എലൈറ്റ് പ്ലെയർ ആണെങ്കിൽ ഫിനിഷിംഗ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ഹി ഹാസ് ടു ബി ക്ലിനിക്കൽ. ആൻഡ് 2-0 വിക്ടറി. ഇതിനിടയ്ക്ക് നമ്മൾ നോക്കാനാണെങ്കിൽ ഗ്രീലിഷ് ഒരു നല്ല ചാൻസ് മിസ് ചെയ്യുന്നുണ്ട്. ബൈ ഹിസ് സ്റ്റാൻഡേർഡ്സ് ബാക്ക് പോസ്റ്റിലോട്ട് വരുന്നൊരു ക്രോസ്. പിന്നീട് ലാസ്റ്റ് എൻഡായുടെ ഒരു ഷോട്ട് ബാറിൽ തട്ടി പോകുന്നുണ്ട്. സോ അവർ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ചെൽസി വേർ ഓവറോൾ ദ ബെറ്റർ സൈഡ്. കാരണം ഇതിനിടയ്ക്ക് എന്താ പറയുക, പാൾമർ തിരിച്ചു വന്ന് ഈ ഒരു പെർഫോമൻസ് കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. മേ ബി പാൾമറിൻ്റെ ചെൽസിയിൽ ഇഞ്ചറിക്ക് ശേഷം വന്ന ശേഷമുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ലുക്ക് ഗുഡ്. സോ പാൾമർ തിരിച്ച് ഫോമിൽ വരുന്ന ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ചെൽസിക്ക്. ലെറ്റ്സ് സീ ചെൽസി അങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. എൻസോ ഫെർണാണ്ടസ് വീണ്ടും ഫുൾ 90+ മിനിറ്റ്സ് കളിച്ചു. ഐ ഡോണ്ട് നോ ഇത് എത്ര മാച്ച് ഇങ്ങനെ പോകുമെന്ന്. സോ അവിടുന്ന് നമ്മൾ നേരെ ആർസണൽ ഇന്നലെ ആർസണലിനെ വൂൾസ് സർപ്രൈസ് ചെയ്തു. ഓൺ പേപ്പർ ആർസണൽ പ്രോബബ്ലി ഈ സീസണിലെ ഈസിയസ്റ്റ് ഫിക്സർ ആയിരിക്കും എന്ന് ഓർത്തൊരു മാച്ചാണ്. പക്ഷേ ആർസണലിനെ റിയലി അവർ ട്രബിൾ ചെയ്തു. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ആർസണലിൻ്റെ റീസെൻറ്റ് ലീഗ് ഫോം ഈസ് എ കൺസേണിങ് തിങ്. ഓക്കെ, ഇഞ്ചറീസ് ഒരു ഫാക്ടറാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാലും ഇന്നലത്തെ ലൈനപ്പ് നിങ്ങൾ നോക്കുക, അത്യാവശ്യം സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത്. സലീബ ബാക്കിൽ വന്നു. ഓക്കെ, ബെൻ വൈറ്റ് സ്റ്റാർട്ടർ ആസ് റൈറ്റ് ബാക്ക്. പക്ഷേ ആൾ ഇഞ്ചറി പറ്റി പോയത് ഇസ് എ ഹ്യൂജ് ബ്ലോ. ആൾ എത്ര ആൾ ഔട്ടായിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ ഗബ്രിയേൽ വിൽ ബി കമ്മിങ് ബാക്ക് സൂൺ. ഹിൻകാപ്പിയ സ്റ്റാർട്ട് ചെയ്തു. ടിംബർ പിച്ചിലോട്ട് വന്നു. സോ ലൂയിസ് കെല്ലിനെ ഇറക്കേണ്ട സിനാരിയോ വന്നു ആ ഒരു ഇഞ്ചറിക്ക് ശേഷം. ബട്ട് മിഡ്ഫീൽഡൊക്കെ ആണെങ്കിലും സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് തന്നെയായിരുന്നു. എസ് എ ഗ്യോക്കറസ്, സുബിമെൻഡി, സാക്ക സ്റ്റാർട്ടഡ്, റൈസ്. സോ ഇതിലെ ഇന്നലെ സാക്കയാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചിങ് പെർഫോമൻസ് പിച്ചിൽ കൊടുത്തത്. സോ സാക്കയുടെ മികവിലാണ് ഇന്നലെ ജയിച്ചത്. ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസണൽ ഫസ്റ്റ് ഹാഫ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും വരുന്നില്ല. ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് കിട്ടിയത് വൂൾസിനുമാണ്. ഇപ്പോൾ ഇവിടെ കാണാം ആ ഒരു ട്രാൻസിഷൻ മൊമെൻറ്റ് നേരെ റയയുടെ കയ്യിലോട്ട് അടിച്ച് സേവ് റയ ചെയ്തു. അതാണ് ആ ഫസ്റ്റ് ഹാഫ് കിട്ടിയ ഒരു ചാൻസ്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും നമുക്ക് കാണാം സാക്കയുടെ ഒരു കോർണർ ബാറിൽ ഇടിച്ച് ഗോൾ കീപ്പറിനെ ദേഹത്തിരിച്ച് കയറുമായിരുന്നു. ഒരു ഓൺ ഗോൾ. പിന്നീട് അവർ 90th മിനിറ്റിൽ ഒരു ഈക്വലൈസർ സ്കോർ ചെയ്ത്. ഓക്കെ, ആർസണൽ 2 പോയിൻ്റ് കൊണ്ടേ കളയുന്നു എന്നുള്ളൊരു സിനാരിയോയിൽ നിന്ന് ലാസ്റ്റ് വീണ്ടും സാക്കയുടെ ക്രോസ് ബോക്സിലോട്ട് വന്നു. അവിടെ ഗബ്രിയേൽ ജീസസ് ഹെഡർ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നു. ശരിക്കും ആളത് മിസ് ചെയ്യുകയാണ്. മൊസ്കോറ എന്ന് പറയുന്ന അവരുടെ പ്ലെയറിൻ്റെ ഹെഡിൽ കൊണ്ട് കയറുകയാണ്. അത് ഓൺ ഗോൾ ആവുകയാണ്. ശരിക്കും 2 ഓൺ ഗോൾസാണ് ഇന്നലെ ആർസണലിനെ രക്ഷിച്ചത്. ജീസസ് ഇന്നലെ പിച്ചിലിറങ്ങിയതിന് ശേഷം വാസ് ഗുഡ്. 62nd മിനിറ്റിലോ മറ്റോ അങ്ങോട്ട് വന്നിട്ട്. ആൻഡ് ആർസണൽ വിൽ ബി ഡിസപ്പോയിൻറ്റ്. ഇന്നലെ പോസ്റ്റ് മാച്ച് ആർട്ടേറ്റ വന്ന് പ്ലേയേഴ്സിനെ എല്ലാം കീറിയിട്ടുണ്ട്. ഐ തിങ്ക് റൈറ്റ്ഫുള്ളി. റീസെൻ്റ്ലി ആർസണൽ ഈ സ്ട്രഗ്ലിങ് ഇൻ ദ ലീഗ്. ഇവൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ക്വാളിറ്റി ചാൻസുകളുടെ നമ്പേഴ്സ് കുറയുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർസണൽ പ്ലേയേഴ്സ് ഹാസ് ടു ബി ക്ലിനിക്കൽ. ഇപ്പം ഗ്യോക്കറസിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ വന്നേ പറ്റൂ. ഈസ് പെർഫോമിങ് ഓക്കെ, ബട്ട് കുറച്ചുകൂടെ പറഞ്ഞേ പറ്റൂ. സാക്ക ഈസ് ഓക്കെ. പക്ഷേ എന്നാ പറയുക, ആ ഒരു ലീഗ് അടിക്കണമെങ്കിൽ യു ഹാവ് ടു ബി ക്ലിനിക്കൽ. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ പറയും കപ്പ് കോമ്പറ്റീഷൻസ് അടിക്കണമെങ്കിൽ യുവർ ഡിഫെൻസീവ്ലി യു ഹാവ് ടു ബി ഗുഡ്. പക്ഷേ ലീഗ് അടിക്കണമെങ്കിൽ ഒഫൻസീവ്ലി യു ഹാവ് ടു ബി ഗുഡ്. യു ഹാവ് ടു ബി ക്ലിനിക്കൽ. യു ഹാവ് ടു സ്കോർ ഗോൾസ്. നമ്മളിപ്പം ഡിഫെൻസീവ് നമ്മൾ പറയും ഡിഫൻസ് വിൻസീവ് ടൈറ്റിൽസ് എന്ന് പറയും. എക്സാക്ട്ലി, ഡിഫൻസ് വിൻസീവ് ടൈറ്റിൽസ്. പക്ഷേ നമ്മൾ റീസെൻ്റ്ലി ലീഗയിലാണെങ്കിലും ഈവൻ പ്രീമിയർ ലീഗിലാണെങ്കിലും ഈവൻ ബുണ്ടസ് ലീഗാണെങ്കിലും നിങ്ങളെടുത്ത് നോക്കിയോ, ഡിഫെൻസീവ്ലി ഈവൻ ഇഫ് യു ആർ വൾണറബിൾ. ബട്ട് ലീഗ് കോമ്പറ്റീഷൻസിലോട്ട് വരുമ്പോൾ ഇഫ് യു ആർ ഒഫൻസീവ്ലി സോ ഗുഡ്, യു ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ ലീഗ് അടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം റീസെൻറ്റ് പ്രീമിയർ ലീഗ് തന്നെ നോക്ക്. ലിവർപൂൾ ആ സീസൺ ഒത്തിരി നല്ല കുറച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ സീസണിൽ മാൻ സിറ്റി അടിച്ചപ്പോഴും അവരുടെ സ്ട്രെങ്ത് ഡിഫെൻഡിങ് അല്ലാതെ ദർ സ്ട്രെങ്ത് വാസ് ഗോയിങ് ഫോർവേഡ് ആൻഡ് ഫിനിഷിംഗ് ചാൻസസ്. അതാണ് ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് കൂടുതൽ പണി കൊടുത്തിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി നമ്മൾ മാൻ സിറ്റി ലീഗ് ഡോമിനേറ്റ് ചെയ്ത എല്ലാ സീസണിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ദർ ഒഫൻസീവ് അബിലിറ്റി ദാറ്റ് വോൺ ദം ദർ ടൈറ്റിൽ. സോ
ആർസണലിനെ അടിക്കണമെന്നാണെങ്കിൽ ദേ ഹാവ് ടു ബി ഒഫൻസീവ്ലി സോ ഗുഡ്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ഇനിയും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിക്സേഴ്സ് കിടപ്പുണ്ട് എല്ലാ ടീമുകൾക്കും. സോ സിറ്റി ഇന്ന് ക്രിസ്റ്റൽ പാലസിനെ നേരിടുവാണ്. ഐ തിങ്ക് ആ മാച്ച് ജയിക്കുവാണെങ്കിൽ വീണ്ടും 2 പോയിൻറ്റ്സ് പുറകിലെത്തും. ആസ്റ്റൺ വില്ല കളിക്കുന്നുണ്ട് ഇന്ന്. സോ ലെറ്റ്സ് ഇപ്പം പോയിൻറ്റ്സ് ടേബിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രട്ടി മച്ച് ടൈറ്റാണ്. ലിവർപൂൾ ഇപ്പം നമുക്ക് കാണാം ഫോർത്തിക്കുന്ന ചെൽസിയായിട്ട് 2 പോയിൻറ്റ് ഗ്യാപ്പേ ഉള്ളൂ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയാം. സോ ലിവർപൂൾ ഇനി ടൈറ്റിൽ റേസിലൂടെ എൻ്റർ ആവുമോ? ഹൂനോസ്. ഈ സിറ്റിയും ആർസണലും ഒരു പോയിൻറ്റ്സ് ഡ്രോപ്പ് ആയി ലിവർപൂളിന് ഒരു റണ്ണ് കിട്ടിയാൽ ഹൂനോസ്. ബട്ട് അതിനുള്ള സെനാരി ഇപ്പം കുറവാണ്. ഓഫ് നൗ ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ്വീൻ ആർസണൽ ആൻഡ് സിറ്റി. പക്ഷേ ആർസണൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സിറ്റി അപ്പുറത്ത് ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹാളൻഡ്. അതർ പ്ലേയേഴ്സ് ആർ ഓൾസോ സ്റ്റെപ്പിംഗ് അപ്പ്. സോ ഈവൻ ഇഫ് സിറ്റി ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിൾ ആണെന്ന് പറഞ്ഞാലും ഇഫ് ദേ ആർ സ്കോറിംഗ് മോർ ഇൻ ലീഗ് കോമ്പറ്റീഷനിലോട്ട് വരുമ്പം അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.